യുഎയിലെ ഷാർജയിൽ 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി മലയാളി യുവതി തൂങ്ങിമരിച്ച സംഭവത്തിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ആരോപണം. ഭർത്തൃവീട്ടുകാർ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മരിച്ച വിഭജിക പറയുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. അതിലേക്കാണ് ആദ്യം. സാമൂന് അറിയത്തില്ല, ഒരു പെണ്ണ് പോവാവുന്നതിന്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന്റെ അപ്പുറം എന്ന് വെച്ചാൽ അതിനപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ചിലപ്പോ തലേ കൈയും വെച്ച് ഓടും. അങ്ങനെയൊന്നും പറയുന്നില്ല, പറയാതിരിക്കുന്ന ഭേദം. എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ. കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിയാണ് വിഭജിക. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തി എന്നുമൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. ഒപ്പം തന്നെ അരുൺ പാറാട്ട് ദുബായിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം സുജിത് സുരേന്ദ്രനിലേക്കാണ്. സുജിത്ത്, ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന, വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. 1.5 വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിന് പ്രായമുള്ളത്. കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തി അതിനുശേഷം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്ന കാര്യം. എന്താണ് ഈ ഗുരുതരമായൊരു പരാതി? അതിനൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നത് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇവരെ നിരന്തരമായി ഭർത്തൃവീട്ടുകാർ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണ് ബന്ധുക്കൾ പറയുന്നത്, സുജിത്ത്? റിജിത്ത്, ഈ വിവാഹം കഴിഞ്ഞതിന് ഏതാണ്ട് 5 വർഷം മുമ്പാണ് ഈ വിഭജിക നിതീഷിനെ വിവാഹം കഴിക്കുന്നത്. ഈ 5 വർഷം ഈ കല്യാണം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പലതവണ വിഭജികയെ നിരന്തരം ഈ നിതീഷ് ഭീഷണിപ്പെടുത്തുകയും പലതരത്തിൽ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിഭജിക തന്നെ ബന്ധുവായ ഒരാൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ കൃത്യമായി പറയുന്നത്. മാത്രമല്ല, ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഇരുവരും കൗൺസിലിങ്ങിന് പോയതുമായി ബന്ധപ്പെട്ടും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ ഈ 5 വർഷത്തിനിടയിൽ പലതവണ പല രീതിയിൽ വിഭജികയെ നിതീഷ് ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിഭജികയുടെ അമ്മ ശൈലജ കൃത്യമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ മകളുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ദുരൂഹത ആരോപിച്ചുകൊണ്ടും ഈ അമ്മ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരിക്കലും വിഭജിക ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് അമ്മ ശൈലജ പറയുന്നത്. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി ഇക്കാര്യത്തിൽ വിഭജിക ഈ നിതീഷിൽ നിന്നും വിവാഹമോചനം നേടാൻ ഒരുങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള അഭിഭാഷകനുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. മരണപ്പെട്ടു എന്ന് പറയുന്ന ആ ദിവസം തന്നെ രാത്രി 8 മണിയോടുകൂടിയാണ് വിഭജിക അഭിഭാഷകനായ മനോജ് പള്ളിമണിനെ ഫോണിൽ ബന്ധപ്പെട്ടത്. അതിനുശേഷം അഭിഭാഷകന്റെ സംസാരിക്കാനുള്ള സമയം തേടുകയും ഏതാണ്ട് 8:20 സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അഭിഭാഷകൻ തിരിച്ച് സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സന്ദേശത്തിൽ ഒരു പ്രതികരണം തിരിച്ചുണ്ടായില്ല. രാത്രി 11 മണിയോടുകൂടിയാണ് ഈ വിഭജികയുടെ വീട്ടിൽ വേലക്കാരിയായി നിന്നിരുന്ന സ്ത്രീ ഈ കുട്ടിയും ഈ വിഭജികയും ഒരു കയറിൽ തന്നെ തൂങ്ങി നിൽക്കുന്നതായി കണ്ടു എന്ന് പറയുന്നത്. ഈ അഭിഭാഷകൻ കൃത്യമായി ഈ വേലക്കാരിയുമായി അടക്കം സംസാരിച്ചിരുന്നു. അഡ്വക്കേറ്റ് മനോജ് പള്ളിമൺ ഇപ്പോൾ നമുക്കൊപ്പം 24-നൊപ്പം ചേരുകയാണ്. അഭിഭാഷകനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എത്ര മണിക്കാണ് കൃത്യമായി ഈ വിഭജിക താങ്കളുമായി സംസാരിച്ചത്? എന്തായിരുന്നു സംസാരിച്ചത്? എന്നോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഗുഡ് ഈവനിങ് സാർ, എൻ്റെ ലഭ്യത തേടുകയായിരുന്നു മെസ്സേജിലൂടെ. ബോട്ടിമിലൂടെ മാത്രമേ ദുബായിൽ നിന്നും സംസാരിക്കാൻ ഒക്കെയുള്ളൂ. ശൈലജയുടെ മകളാണ്. എൻ്റെ വിവാഹ സംബന്ധിയായ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് എപ്പോഴാണ് അവൈലബിലിറ്റി എന്ന് ചോദിച്ചു. ഞാൻ ആ മെസ്സേജിൽ വളരെ ലേറ്റായിട്ട് കാണുന്നു. ഒരു 8:20 ഞാൻ കാണുന്നത്. 8:22 ഞാൻ മെസ്സേജ് പാസ് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അറ്റ് എനി ടൈം യു ക്യാൻ കോൾ മീ. അങ്ങനെ ഞാനും എൻ്റെ അഭിഭാഷകയായ മകളും 12 മണി വരെ കാത്തിരുന്നു. ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അതിപ്പോഴും അൺറീഡബിൾ ആയിട്ട് തന്നെയാണ് ആ മെസ്സേജ് നിലനിൽക്കുന്നത്. ബന്ധുക്കൾ അസ്വാഭാവികത ആരോപിക്കുന്നുണ്ട്. അതിന് അവർ നിരത്തുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് വക്കീലിനോട് പറഞ്ഞിട്ടുള്ളത്? ഈ 8-ാം തീയതി ഉച്ചയോടുകൂടിയാണ് വിഭജികയുടെ അമ്മ തൃശ്ശൂരിൽ അവർ ചികിത്സാർത്ഥം അവരുടെ മരുമകളുടെ കുടുംബ വീട്ടിലാണ് താമസം. അവരെന്നെ ബന്ധപ്പെടുകയും ഈ കല്യാണത്തെ സംബന്ധിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ നൽകുകയും അവൾ ഏറ്റുകൊണ്ടിരിക്കുന്ന അനുഭവ കഥകൾ വിവരിക്കുകയും ഒക്കെ ചെയ്തു. അവൾക്ക് ഒരു സാന്ത്വനം കൊടുക്കണം, അവൾക്ക് മോറൽ സപ്പോർട്ട് വേണം, മെൻ്റലി അവൾ വളരെ ഡിസ്റ്റർബ്ഡ് എന്ന് പറയുകയും അവൾക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോട് സംസാരിക്കാനുണ്ട്, സാറിൻ്റെ സമയം എപ്പോഴാണെന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ ഒരു യാത്രയിൽ ആയിരുന്നതുകൊണ്ട് ഒരു 8 മണിക്ക് ശേഷം 7:45 ശേഷം വിളിച്ചോളൂ, കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ്
വിപഞ്ചിയുടെ ഈ മെസ്സേജ് കാണുന്നത്, എൻ്റെ അവൈലബിലിറ്റി ചോദിച്ചുകൊണ്ടുള്ള സന്ദേശവും കാണുന്നത്. 8:20 ഞാൻ തന്നെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ നിരന്തരം സ്വർണത്തിനും പണത്തിനും ഒക്കെ വേണ്ടി നിരന്തരം ഈ കുട്ടിയെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ഇതുണ്ട്. മാനസികമായി കൂടുതൽ പീഡനം, ഇവരെ അൺഅറ്റൻഡഡായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം. ഈ കൊച്ചിൻ്റെ ജന്മത്തിന് ശേഷം, ഈ കൊച്ചു ജനിച്ചതിന് ശേഷം ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയുന്ന സ്വഭാവം ഒട്ടും തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല ഈ ഭർത്താവ് എന്ന് പറയുന്നയാൾ. പിന്നെ ഏതോ ഒരു ദിവസം മദ്യപിച്ച് ലക്ക് കെട്ട് ഇവരോടൊപ്പം കഴിയുകയും ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷം അമ്മ പറയുകയുണ്ടായി. അതിനുശേഷം ഇവർ തങ്ങൾ വളരെ സ്ട്രെയിഞ്ചായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പോൾ തിങ്കളാഴ്ചയും കൂടി ഈ രണ്ടായിട്ടായിരുന്നോ താമസിച്ചിരുന്നത്? ഒരേ ഷെൽട്ടറിൽ തന്നെ 2 മുറികളിലാണെന്നേ ഉള്ളൂ. ഒരു ഫ്ലാറ്റിൽ തന്നെ? ഒരേ ഫ്ലാറ്റിൽ തന്നെയാണ്, 2 മുറികളിൽ ആണെന്നുള്ളതാണ്. അതിന് കെയർ ചെയ്യാറേയില്ല. കൊച്ചിനെ താലോലിക്കും, കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും, അങ്ങനെ മാത്രമേ ഉള്ളൂ. കൂടുതലും അച്ഛനോടും പെങ്ങളോടും മറ്റുമായിരുന്നു ആഭിമുഖ്യം പുലർത്തിയിരുന്നു എന്നാണ് ഈ വിപഞ്ചികയുടെ മാതാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇവരെ ഈ അസ്വാഭാവിക മരണം എന്ന് പറയാൻ അസ്വാഭാവിക മരണമാണെന്ന് പറയുന്നു. അപ്പം ഇതിൽ ഒരു രീതിയിലും മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഈ അമ്മ പറയാനുള്ള സാഹചര്യം? ഈ കുട്ടിയുടെ സന്ദേശങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് വളരെ ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് തന്നെയാണ്. അത് തന്നെ 7:45 എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് ഈ കുട്ടി എൻ്റെ അവൈലബിലിറ്റി ലഭ്യത തേടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന പിന്നെ 8:20 ഇടയ്ക്ക് അങ്ങനെ ഒരു സഡൻ പ്രൊവോക്കേഷനിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുകൂടാതെ ഈ കുട്ടി എപ്പോഴും ആത്മഹത്യയുടെ കാര്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെന്നെങ്കിലും അവൾ ബോൾഡായിട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയായിരുന്നാണ് അമ്മ ഞാനോടുള്ള കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും വളരെ ബോൾഡും സ്മാർട്ടുമായിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ശരി, സുരേന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.